ഹലോ ഫ്രണ്ട്സ്, ലക്കി ബാമ്പു പിരമിഡ് രൂപത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിന്ന് നോക്കാം. ആദ്യമായി ലക്കി ബാമ്പുവിൻ്റെ വലിയ ചെടിയിൽ നിന്ന് കുറച്ച് തണ്ടുകൾ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇലകൾ വൃത്തിയായി ക്ലീൻ ചെയ്യുക. എല്ലാ തണ്ടും ക്ലീൻ ചെയ്തെടുക്കണം. കടകളിൽ ഇരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കാനാണ് നമുക്ക്, അതുകൊണ്ട് നല്ല വൃത്തിയായിരിക്കണം ക്ലീൻ ചെയ്യുമ്പോഴെല്ലാം, നല്ല വൃത്തിയായിട്ട്. അപ്പം നമ്മളിങ്ങനെ വൃത്തിയായിട്ട് ആക്കി വരുമ്പോൾ ഇത് മുളയുടെ രൂപത്തിലിരിക്കും. മുളയാണെന്നേ തോന്നത്തുള്ളൂ വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ. നല്ലതായിട്ട് കൈകൊണ്ട് എടുത്ത് കളയുമ്പോൾ തന്നെ അത് പോകും. പറ്റിയില്ലെങ്കിൽ ഒരു ബ്ലേഡ് വെച്ച് ചെറുതായിട്ടൊന്ന് തണ്ട് മുറിച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൂർവ് ചെയ്യാം. തണ്ടേലത് മുറിവ് വീഴരുത്. ഇത് ക്ലീൻ ചെയ്തെടുക്കുക. ഏറ്റവും മണ്ട എടുക്കാത്തതാണ് നല്ല, അത് കിളിച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല കട്ടിയുള്ള തണ്ടായിരിക്കണം എടുത്ത് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. കുറേ തണ്ടുകളും വേണം, കുറേ തണ്ടുകൾ വേണം. അതിനുശേഷം അതിനെ നീളത്തിൽ മുറിച്ചെടുക്കുക. പല നീളത്തിലാണ് മുറിക്കേണ്ടത്. ഏറ്റവും നടുക്ക് വെക്കുന്നതിന് നീളം കൂടിയിരിക്കണം. അങ്ങനെ നീളം കൂടിയത് ഒരു 4-5 എണ്ണം ഈ വലുപ്പത്തിൽ മുറിച്ചെടുക്കാം നമുക്ക്. അപ്പോഴേ നടുക്ക് വയ്ക്കാനൊക്കത്തുള്ളൂ. അത് നടുക്ക് വെച്ചിട്ട് പിന്നെ അതിന് ചുറ്റും അതിൻ്റെ ചെറിയ തണ്ടുകൾ വയ്ക്കാനാണ്. അപ്പോൾ ഇതിന് നല്ല നീളം വേണം, ഒരു നല്ല നീളത്തിൽ വേണം മുറിക്കാൻ. എല്ലാത്തിനും ഒരേ വലിപ്പമായിരിക്കണം, അല്ലെങ്കിൽ ബൗളിനകത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് അളവിൽ ഇരിക്കത്തില്ല. അതുകൊണ്ട് എല്ലാം ഒരേ നീളത്തിൽ അത് 4-5 എണ്ണം മുറിച്ചെടുക്കുക. ഇനി അതിന് ശേഷം ഇനി അതിനേക്കാളി ചെറിയ അളവിൽ വേണം ഇനി മുറിക്കാൻ. ഇപ്പം നമ്മൾ മുറിച്ച് വെച്ചതിനേക്കാളി കുറച്ചുകൂടി ചെറിയ അളവ്. പിന്നെ അത് കഴിഞ്ഞ് അതിനേക്കാൾ ചെറിയ അളവിൽ വേണം അടുത്തത് മുറിക്കാൻ. അങ്ങനെ കുറേ തണ്ടുകൾ മുറിച്ച് വെച്ചതിന് ശേഷം ഈ രൂപത്തിൽ ഇങ്ങനെ വയ്ക്കാം. ഏറ്റവും വലുത് നടുക്ക്, അതിൻ്റെ ചെറുത് അതിൻ്റെ പുറത്ത്, അതിൻ്റെ ചെറുത് ഏറ്റവും താഴെ. അതിനുശേഷം അതിനെ ഒരു റിബൺ കൊണ്ട്, ചുമന്ന റിബൺ കൊണ്ട് കെട്ടി ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ലക്കി ബാമ്പുവിന് ചുമന്ന റിബൺ കൊണ്ട് കെട്ടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കിഴക്ക് വശത്ത് തെക്ക് മാറി, വടക്കല്ല തെക്ക്, കിഴക്കോട്ട് നമ്മൾ ഇറങ്ങുന്ന വാതിലിന് തെക്ക് വശത്ത് വെച്ച് ഐശ്വര്യം ഉണ്ടാകുമെന്നും പൈസ വർദ്ധിക്കുമെന്നും ഒക്കെ പറയും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മുറിച്ചെടുക്കണം. റിബൺ മുറിച്ചെടുക്കുക. റിബൺ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് ആണല്ലോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഷേപ്പിനാക്കിയത്. റബ്ബർ ബാൻഡ് അങ്ങ് ഊരിക്കളയാം. റബ്ബർ ബാൻഡ് ഊരിക്കളഞ്ഞതിന് ശേഷം ഒരു ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് വയ്ക്കണം. എല്ലാം അതിൻ്റെ ചെവിടെല്ലാം ഒരേ ഇതിലിരിക്കണം. നല്ല വൃത്തിയായിട്ട് അത് കിളിച്ച് വരത്തുള്ളൂ. എന്നിട്ട് വെള്ളത്തിനകത്തോട്ട് വയ്ക്കുക. ഇത് ഒരു മാസം ആകുമ്പോഴത്തേക്കും നല്ല മുള വരും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അന്നേരം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.